ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും വൈശാൽ മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് ഒക്കെ റെഡി ആക്കട്ടെ എന്ന് നോക്കുമ്പോൾ വീഡിയോ ഒന്നും എന്താക്കിയിട്ടില്ല, എന്താ പറയുക, ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മളെ അൽഫൈൻ മാക്സി എത്തിയിട്ടുണ്ട്. 60 സൈസിലുള്ളത് 29, 30 ചെസ്റ്റ് വീതിയാണ്. അപ്പോൾ 30 വേണ്ടവർ ഒന്ന് കൺഫേം ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ പ്രിന്റ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ വിചാരിച്ചത് ഈ പ്രിന്റ് അല്ലായിരുന്നു. ഓൾറെഡി ഞാൻ അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇത് നമുക്ക് അതിൽ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ഇതിൽ കുറച്ച് പീസ് വെച്ചാൽ 2, 3 പീസ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 3 കളറിലും ഓരോരോ പീസ് ഉണ്ട്. പിന്നെ ഏതൊരു കളറിൽ 2 പീസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 5 പീസായിട്ട് ഇത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതാക്കണം. ഈ ഒരു പ്രിന്റിങ് സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാൻ അന്ന് അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് ഇങ്ങനെ വലിയൊരു ചിലപ്പോൾ ഒരു പ്രിന്റ് ആയപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഈ ഒരു പീസിനാണ് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ ഒരു സെറ്റ് മാത്രമേ കാണിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും നിങ്ങൾ ചോദിക്കട്ടോ. 29, 30 ചെസ്റ്റ് വീതി കറക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അളക്കാൻ നേരമില്ല, സമയം 2 മണിയായി. 2-3 വീഡിയോസ് എടുത്തിട്ട് ഇനിയിപ്പോൾ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാട്ടോ നല്ല ഗോൾഡൻ കളറ്. അപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, വീഡിയോസ് ഇഷ്ടമാണ്, സാധനങ്ങൾ ഇഷ്ടമാണ്, പക്ഷേ ഓൺലൈൻ സർവീസ് മോശമാണ്, അതായത് റിപ്ലൈ കിട്ടണില്ല എന്ന്. ഇപ്പം ഞാൻ സത്യത്തിൽ അന്ന് ഈ മാക്സി എടുത്ത് വന്ന സമയത്ത് ഞാൻ ഇത്രയും മെസ്സേജ് വരും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അത് എടുക്കാൻ പോണ സമയത്ത് ഇവിടെ നമുക്ക് പുതിയൊരു സ്റ്റാഫാണുള്ളത്. അപ്പോൾ അവരും ഉപ്പയും ഷോപ്പിൽ ആളുണ്ടാകുന്ന സമയത്ത് അവർക്ക് മെസ്സേജ് നോക്കാൻ പറ്റണില്ല. അപ്പോൾ എൻ്റെ ബാക്കിൽ നോക്കിയാൽ അറിയാം, അവിടെ അതൊക്കെ ഫുള്ള് അറിയില്ല, താഴത്തേക്കാണ് കേട്ടോ വെച്ചാൽ ഫുള്ള് പാക്കിങ്ങിനുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് SLC എക്സാമും +2 എക്സാമും നടക്കുന്നത് കാരണം കംപ്ലീറ്റ് ഒരു ദിവസം ചിലപ്പോൾ അടിച്ച് തരണമെന്നില്ല. പിന്നെ 2 ദിവസമായിട്ടൊക്കെയാണ് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനും പർച്ചേസിങ്ങിനും പോകും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ജംബോ കഴിഞ്ഞ് ഇന്നലത്തോട് നിങ്ങൾ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നാളെ പോയിട്ട് എന്തായാലും നിങ്ങൾക്ക് എത്തിച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് അങ്ങനെ പോയി. എനിക്ക് കിട്ടിയ പീസുകളാണ് ഇപ്പോൾ ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇത്രയും പീസുകളാണ്. അന്നത്തെ പ്രിന്റുകളൊന്നുമല്ല, മാറിയിരിക്കണ പ്രിന്റുകൾ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതാണ്. അപ്പോൾ ഓൺലൈനിൽ മെസ്സേജ് നോക്കുകയല്ല, രാത്രിയാണ് ഞാനൊരു 8:30 ആവും ഇങ്ങോട്ട് കടയ്ക്ക് എത്തുമ്പോൾ. രാത്രി ഞാൻ ശരിക്കും സത്യത്തിൽ ഇപ്പോൾ കട തുറക്കാറില്ല, കാരണം അധികം മെസ്സേജിന് റിപ്ലൈ കൊടുക്കലാണ്. ഒന്ന് ഞാൻ രാത്രി അധികം സമയത്ത് നമ്മൾ രാത്രി ഇവിടെ ഉണ്ടാകുന്നു. ഇപ്പം എന്തായാലും തറാവിക്ക് പോകും. പിന്നെ മറ്റേ ആ കുട്ടി 6 മണി വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം കടയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ 6 മണിൻ്റെ മുന്നേ എന്തായാലും വരിക. രാത്രിക്ക് കാത്ത് നിന്നാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ല, പെട്ടെന്ന് ഏതെങ്കിലും സാധനം സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് എടുത്ത് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ അങ്ങനെ ഞാൻ പോകും. അപ്പോൾ അത് കാരണം നമ്മൾ രാത്രി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് മടങ്ങി പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 10 to 6 എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ നിങ്ങൾ പറയും, കുറേ ആൾക്കാർ സീസൺ സമയമല്ലേ, രാത്രി തുറന്ന് തന്നൂടെ എന്ന് ചോദിക്കും. സീസൺ സമയമാണ്. പിന്നെ മകന് 10ാം ക്ലാസ്സാണ്, പഠിക്കുന്നല്ല ഞാൻ പറയണത്. അപ്പോൾ ഞാൻ കാരണം ഓർക്ക് ഇനിയിപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് കേട്ടോ. കാരണം അധികം ദിവസം ഞാൻ രാത്രി ഇവിടെ ഉണ്ടാവാറില്ല. നോമ്പ് തുറക്കാനും കാര്യങ്ങളും ചില ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിങ്ങളോട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ആ ദിവസം ആ സമയത്ത് വന്ന് കണ്ട് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ മടങ്ങി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 10 to 6 രാവിലെ 9 മണി 9:30 ഉള്ളിൽ ഇപ്പം എന്തായാലും കട തുറക്കും, ഇപ്പം ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ പിന്നെ 6 മണി വരെ ഞാൻ അതുകൊണ്ട് അവരെന്തായാലും 6 മണി വരെ, തിങ്കൾ ടു ശനി വരെ 6 മണി വരെ ഇവിടെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ മാക്സി ശ്രദ്ധിച്ചോളി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് വെറുതെ മടങ്ങി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താണ് 10 to 6 പറയണത്. കാരണം പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നും നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നേ എത്തും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 6 മണിക്ക് എത്തും എന്ന് പറയാൻ പറ്റില്ല, 7 മണിക്ക് എത്തുക, അധികം 10:30, 11
അങ്ങനെ ഇന്ന് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നോമ്പ് തുറക്കാൻ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കോട്ടൂരോ ആ ഭാഗത്ത് എവിടെയായിരുന്നു അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വന്നതാണ്. ഞാൻ നാളെ ഷാലുവിന് എക്സാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ പറയും ഓടിക്കതിച്ച് വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ നാളെ സൺഡേ ഹോളിഡേ ആണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാത്രിക്കത്തെ കാര്യം കൺഫേം ആക്കി പറയാത്തത്. പിന്നെ കുറേ ആൾക്കാരും 450 രൂപയുണ്ട്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചോദിച്ചു ഷോപ്പ് എവിടെയാണെന്ന്. മലപ്പുറം കുറുവ കൂട്ടിലങ്ങാടി എന്ന സ്ഥലത്താണ്. മലപ്പുറത്ത് കുറുവ കൂട്ടിലങ്ങാടി കേട്ടോ ഷോപ്പാണ്, വീട്ടിൽ വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഷോപ്പിൽ വന്നിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ ആൾക്കാരുടെ ഡൗട്ടുകളാണ് അതൊക്കെ. ഇവിടെ വന്നാൽ കിട്ടും എന്നുള്ളത്. ഇവിടെ വന്നാൽ കിട്ടും. ഇവിടെ ഞാൻ പറഞ്ഞില്ല 10 to 6 വരെ കേട്ടോ. ഇതാണ് അടുത്തൊരു വയലറ്റ് കളറ്. അപ്പോൾ ഇത്രയും കളറാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഇതൊക്കെ ഒരു ഒരു സൈസുള്ളൂ. ഇതിൻ്റെ കോഫിയും ഒരു ഒറ്റന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എല്ലാതും കാണിച്ച് തന്നതാണ്. ഇനി ഏതൊക്കെ ഇഷ്ടപ്പെടുന്നു വെച്ചാൽ ചിലതൊക്കെ 2-3 പീസ് അത്ര അട്ടിവട ഉണ്ട്, അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇത് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ബാലൻസ് ഏതൊക്കെയുള്ളത് വെച്ചാൽ, അപ്പോൾ അൽഫയിൽ ഈ ഒരു 3 പീസ് കേട്ടോ ഇതും കിട്ടിയിട്ടുണ്ട്. കാരണം അവിടെ സിംഗിൾ പീസൊക്കെ ഉള്ളതൊക്കെ അടിച്ച് പെറുക്കി പോന്നിക്കാണ്. നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ ഈ സീസൺ സമയത്ത് ഈ സമയമാകുമ്പതിനൊക്കെ കഴിഞ്ഞു പോയതാട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. പിന്നെ ഞാൻ കാണിക്കുന്ന ഒരു മാക്സിക്ക് മാത്രം 28 ഇഞ്ച് ഹാം ഹോള് വന്നിട്ടുള്ളൂ. ഇങ്ങോട്ട് 29 ഇഞ്ച് ഉണ്ടെങ്കിലും ഈ ഒരു മാക്സിക്ക് കേട്ടോ, ഈ ഒരു മാക്സിക്ക് ഇവിടെ 28 ഇഞ്ചും താഴത്തേക്ക് 29 ഇഞ്ചും, അതായത് ഹാം ഹോൾ ടു ഹാം ഹോള് 28 ഇഞ്ച്, അതിൻ്റെ അടുക്ക് ഇങ്ങോട്ട് 29 ഇഞ്ചും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഈ കളറിന് മെസ്സേജ് അയച്ചു. പക്ഷെ ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞത് ഒഴിവാക്കി കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ വീഡിയോയിൽ ഇത് കാണിച്ചത്, ഞാൻ ഇനി ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് വീണ്ടും ഇത് സ്ക്രീൻഷോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 28 കറക്റ്റാണ്, താഴത്തേക്ക് 29 ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പിടുത്തം ഉണ്ടാകും. അപ്പോൾ 28 ഇഞ്ച് ചെസ്റ്റ് വീതിയുള്ളവർക്ക് അത് എടുക്കാൻ പറ്റും കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലായ ഐസൽ ഫാഷന് എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളെ ഐഷാൽ ഫാഷൻ എന്നുള്ള ചാനൽ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സീസൺ സമയം കഴിഞ്ഞില്ലേ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഷോളിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് കോട്ടൺ ആയിക്കോട്ടെ, നമ്മളെ ഇമ്പോർട്ടൻ്റ് ജോർജറ്റ് ആയിക്കോട്ടെ, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഹിജാബിൻ്റെ ഒരു സെക്ഷനും കൂടി തുടങ്ങാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഓൺലൈനിൽ. അപ്പോൾ അതും എന്ത് ചെയ്യും, ആ ഒരു ചാനലിലായിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഇതാണ് ബ്ലാക്കിൽ പ്യുർ കോട്ടണിൽ വരുന്ന ജംബോ സൈസ് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ചിലർ 4 ജംബോ വേണം, 4 പിന്നെന്ത് വേണം, 4 അൽഫൈനും വേണം, അങ്ങനെ പറഞ്ഞിട്ട് 8 എടുക്കണവരുണ്ട്. അങ്ങനെ മാക്സിമം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഒരുപാട് ഓർഡറിന് റിപ്ലൈ കൊടുക്കാനും കാര്യങ്ങളും ഞാൻ ഒരാഴ്ച എന്തായാലും ഇവിടെ ഉണ്ടാവും. നിങ്ങളെ ഇതിന് റിപ്ലൈ തരും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എന്താ വെച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർഡർ വരുമ്പോൾ ഇപ്പോൾ ചിലർ ചോദിക്കും നമുക്കൊരു 10 ഇത് ഇറക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനും വേണം പോകുക. അപ്പോൾ ഇപ്പം ഇനി ലാസ്റ്റ് ആയില്ല, ഇനിയിപ്പോൾ ഏതായാലും ആ സംഗതികളൊക്കെ ഇതായിട്ട് ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ച് കടന്നെ ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ വിളിച്ചിട്ട് അറിയാം അതില്ല ഇതില്ല, നിങ്ങൾ ജംബോക്കാരൻ മറന്നിട്ടില്ല. അപ്പോൾ തടി കുറച്ചുപോലൊക്കെ പറയണേ, കുറേ ആൾക്കാർ നമ്മളെ ജംബോ സൈസേര് കുറേ ആൾക്കാർ തടി കുറച്ചോക്കണം കേട്ടോ. ഇപ്പോൾ ഒരു പറയണം ഞങ്ങൾ തടി കുറച്ചപ്പോൾ ഫുള്ള് ജംബോയിലാണ് നല്ല മോഡൽ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ തടി കുറച്ചിക്കാണ്ട് നിങ്ങൾ സ്റ്റൈലാക്കിയിട്ടല്ലേ, നമ്മൾ അങ്ങനെ സ്റ്റൈലാക്കൊന്നുമില്ല അല്ലേ. ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ജംബോക്കാരൻ മറന്നതുകൊണ്ടാണ്
ഇപ്രാവശ്യം ജംബോന്റെ വീഡിയോസ് വരാത്തതെന്ന്. പക്ഷെ ജംബോ കുറച്ച് വൈകിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താണ് നല്ല വീഡിയോ, നല്ല സാധനം തന്നെ കിട്ടിയില്ലേ, കണ്ടില്ലേ? ഇതേ നിവർത്തിയില്ലേ? അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോപ്പൊക്കെ കാണില്ലേ, ഇങ്ങനെ ഈ ചോപ്പൊക്കെ നല്ല ഇങ്ങനെ ഇടുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ അടുത്തത് നമുക്കൊരു പണി വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജംബോ മാക്സി നമ്മൾ കാണിച്ചു. ജംബോ ഷാള് നമ്മൾ അടുത്തോടുന്ന ഷാലോ, ജംബോന്റെ ഷാളിന്റെ കെട്ട്. അപ്പൊ വലിയ ഷാള് കാണിച്ചില്ല. അപ്പൊ ഈ മാക്സി എടുത്തവരൊക്കെ അതൊക്കെ മാച്ചാക്കി ഷാൾ എന്നോട് ചോദിച്ചു. അങ്ങോട്ടും ഇതാക്കല്ലേ, അടക്ക ഒക്കെ അങ്ങനെ അട്ടിക്ക്. അപ്പൊ ഷാൾ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ഇതൊക്കെ മാച്ചാക്കി ഒരു ഷാളും കാണിച്ചു കൊടുക്കണം. അപ്പൊ ഒക്കെ ടൈം വഴുകണം. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ മാക്സി ഓർഡർ ചെയ്യുന്ന സമയത്ത്, എനിക്ക് വീഡിയോ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, നിങ്ങൾ മാക്സി പേയ്മെന്റ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ചോളി. എന്നിട്ട് എന്ത് ചെയ്യാം, ഷോള് നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് എടുത്തോളൂ. ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ മാച്ചാക്കി, അന്നത്തെ വീഡിയോസൊക്കെ ഞാൻ അതാ ചെയ്തത് കേട്ടോ. അതൊക്കെ മാച്ചാക്കി ഞാൻ നിങ്ങൾക്ക് ഷോള് തെരഞ്ഞ് ആ ടൈം നമ്മൾ അത്രയും വേസ്റ്റാണ്. അപ്പോൾ കുറേ ആൾക്കാർ പറയും നിങ്ങൾ എന്താ ഷോള് വീഡിയോ ഇടാത്തത്, ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഷോള് കാണിച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു, ഞങ്ങൾക്ക് എടുത്തിട്ട് പോവാലോ എന്നൊക്കെ. പക്ഷേ നിങ്ങൾ ഓരോ കസ്റ്റമറും 4ഉം 5ഉം മാക്സിക്ക് ഞാനിങ്ങനെ ഫോട്ടോ അയച്ചു തരിക പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ ഒരുവിധം കസ്റ്റമർക്കൊന്നും ഇത് ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ, ഇങ്ങനെ ഒരു കളറാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ബാക്കൊക്കെ വരുമ്പോൾ കുറച്ചൊരു ഡാർക്കാണതാണ്. അപ്പോൾ ഇതൊക്കെ മാച്ചാക്കി ഷാള് ഞാൻ ഫോട്ടോസ് തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഷോളിൻ്റെ വീഡിയോ ഞാൻ ഈ ജംബോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ അന്ന് തന്നെ ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഷോളിൻ്റെ വീഡിയോസും ഞാൻ അപ്ലോഡ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം, കാരണം 4 മാക്സി 5 മാക്സിയൊക്കെ ഷോള് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ടൈം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോഴത്തെ സമയം അതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പാക്കിങ്ങും കഴിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. നിങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കും ഒന്ന് എടുക്കാൻ. ഇനി ബാലൻസ് വരണമെന്ന് ഞാൻ എടുക്കണുള്ളൂ. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അങ്ങനെ ഷോളിൻ്റെ ഈ വീഡിയോ അപ്ലോഡ് ആക്കി 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇതാണ് ഷോള്. ഞാൻ ഒന്ന് നിർത്തി കാണിച്ചു തരാം. ഇനി ഇത് മാക്സിക്ക് അനുസരിച്ച് ഷോള് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നവരോട് ഷോളിൻ്റെ വീഡിയോ ബാക്കിൽ വരും കേട്ടോ. അപ്പോൾ ഇത് മാക്സിയാണ്. എല്ലാത്തക്കും മാച്ച് ആയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് മാച്ച് എന്നല്ല. അപ്പോൾ വലിയ ജംബോ മാക്സിക്ക് ജംബോ ഷോളും വേണമെന്ന് പറയണമല്ലോട് കേട്ടോ. ഇതാണ് ഇതിങ്ങനെ കണ്ട ഷോൾ മാക്സിയാണ് കേട്ടോ. ഇതാട്ടോ ഇങ്ങനെയാണ് ഇതൊക്കെ ഷോളും ഇതിൻ്റെ ഇല്ലേ. അപ്പോൾ ജംബോ ഷോൾ ഉണ്ട്. ഞാൻ എന്താ വെച്ചാൽ ജംബോന്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ ജംബോന്റെ ഷോളും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് നിവർത്തി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ജംബോന്റെ ഷോളായിട്ട് ഞാൻ അടുത്ത 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ വീഡിയോ അപ്ലോഡ് ആക്കും. വേഗം നോക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷോള് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ജംബോ മാക്സി കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊടുന്നതാണ്. പക്ഷെ അത് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോയും കൂടി ഞാൻ കൂട്ടിയിട്ടാ അപ്ലോഡ് ആക്കുക. ഞാൻ നോക്കുമ്പോൾ 1.5 ബണ്ടിൽ ഷാളുള്ളൂ, ബാക്കി എല്ലാം കഴിഞ്ഞു കൂടാ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഇവിടെ അധികം ഉണ്ടായില്ലല്ലോ. ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു ഫുള്ള് സെയിലായതാണ്, കടയിൽ വന്നവർ തന്നെ എടുത്തിട്ട് പോയതാണ്, 160 രൂപയാണ് റേറ്റ്. അപ്പോൾ വേഗം ഇത് കണ്ടു കഴിഞ്ഞിട്ട് അതും കൂടി വെയിറ്റ് ചെയ്തോളൂ. ഇതൊക്കെ ഏതെങ്കിലും മാച്ചായ ഷാളുണ്ടെങ്കിലോ, ഇതൊക്കെ മാച്ചല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും 4-5 ഷാൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടില്ലേ, ആ വീഡിയോ ഇട്ടിലുള്ള എല്ലാ ഷാളും
ഓരോരുത്തരും ഇപ്പോഴും എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കും 4 പ്ലീസ് 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 റിപ്ലൈ. ഞാൻ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്തായിരിക്കും ഈ റിപ്ലൈ ഈ ഷാളുണ്ടോ ഒന്ന് പറയാം, പെരുന്നാക്കൊക്കെയാണ് പറഞ്ഞു. ഞങ്ങളെ മെസ്സേജ് ചില സമയത്ത് എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ടായി, കാരണം ഞാൻ അത് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് വേഗം ഇത് കണ്ടു കഴിഞ്ഞില്ലേ, ഇനി ഇഷ്ടപ്പെട്ട മാക്സി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും സെലക്ട് ചെയ്തിട്ട് നേരെ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യും കേട്ടോ.